റഷ്യൻ ക്രൂഡ് ഇന്ത്യ വാങ്ങുന്നതുമായി അനുബന്ധിച്ച് അമേരിക്ക ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട്, കാരണം റഷ്യ വ്യാപാരം ഇന്ത്യയുമായി നടത്തുന്നു, ഇന്ത്യ അതിൽ ലാഭം കൊയ്യുന്നു എന്നതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ 25% കൂടെ ടാരിഫ് അടിച്ച് ഏകദേശം 58% ടോട്ടലാക്കി തന്നു. അന്ന് പലരും വീഡിയോ ചെയ്തു. മലയാളത്തിലെല്ലാവരും, കേരളത്തിലെ മെയിൻ സ്ട്രീം പത്രങ്ങൾ ഉൾപ്പെടെ യൂട്യൂബ് ചാനലേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്ക ഡിമാൻഡ് തള്ളിക്കളയും, ഇന്ത്യ ഇത് കേൾക്കില്ല, ഇന്ത്യ ട്രംപിനെ പാഠം പഠിപ്പിക്കും. അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം ഇത് ടെക്നിക്കലായിട്ട് പല രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തും എന്ന് മലയാളത്തിൽ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്നും എൻ്റെ അടി വന്ന് ഒത്തിരി പേര് തെറി വിളിച്ചു. ഞാൻ ഉദ്ദേശിച്ച് വിളിക്കട്ടെ, ഇന്ത്യയിലെ എക്കണോമിക് ടൈംസും അത് കഴിഞ്ഞ് റോയിറ്റേഴ്സ്, അതേപോലെ തന്നെ MSNBC, CNBC തുടങ്ങിയ ചാനലെല്ലാം റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുന്ന ഓയിലിൻ്റെ അളവ് ഷാർപ്പായിട്ടങ്ങ് കുറച്ചു. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ത്യ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെ ശത്രുവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇന്ത്യ അത് ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടി ഇന്ത്യക്ക് ഇട്ട് ഒടുക്കലത്തെ പണി തരും. ഇത് ആദ്യം നിങ്ങൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞത്? പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യ ഇന്നൊരു ഡെവലപ്പിംഗ് രാജ്യത്തു നിന്നും ഒരു നല്ല എക്കോണമി ആയിട്ട് ഗ്രോ ചെയ്യുകയാണ്. ഈ പറയുന്ന അമേരിക്കയുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും എല്ലാം ഇന്ത്യക്ക് വ്യാപാര കരാർ, ട്രേഡുണ്ട്. ഇതിൻ്റെ പേരിൽ അത് നിർത്തുവാണെങ്കിൽ ഇന്ത്യയുടെ എക്കോണമി താപ്പോട്ടങ്ങ് പോകും, കീപ്പോട്ടങ്ങ് പോകും. ഇതേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ കാര്യത്തിൽ അമേരിക്ക ഇന്ത്യക്ക് പണി കൊടുക്കും. അതുകൊണ്ട് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ക്രൂഡ് ഗ്രാജുവലായിട്ട് പെട്ടെന്ന് തന്നെ കുറയ്ക്കും. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് വന്നു, നിങ്ങൾ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കുക. ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു ഇന്ത്യ, അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ഇത് സംസാരിക്കാനായിട്ടാണ് ഇന്ത്യയുടെ NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, റഷ്യയിൽ പോയിരിക്കുന്നത്. കാരണം റഷ്യയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങളിത് കുറയ്ക്കാൻ പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന പുടിനുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നത്, അല്ല വേറെ വണ്ണാങ്കട്ടയൊന്നും അല്ല. കാരണം തൽക്കാലം ഞങ്ങളിത് വാങ്ങാൻ പറ്റത്തില്ല, ഇൻ്റർനാഷണൽ പ്രഷർ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം അടുത്ത സംഭവ വികാസം ഉണ്ടാകുന്നിങ്ങനെ റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നത്. നേരെ അവർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. മറ്റുള്ള കമ്പനികളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. മറ്റുള്ള കമ്പനിയൊക്കെ വന്നപ്പോഴേ സ്റ്റോപ്പ് ചെയ്തു. അതായത് പബ്ലിക് സെക്ടേഴ്സ് കമ്പനി ഏകദേശം 35% വരെ റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിച്ചിട്ട് ഇത് പോളിഷ് ചെയ്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അവരത് വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇന്ത്യയിലോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ക്രമാതീതമായിട്ട് നമ്മൾ കുറച്ച് വന്നിട്ട് കൂടുതൽ റഷ്യൻ ക്രൂഡ് ഓയിലിന് പ്ലേസ് കൊടുത്തു. ഇപ്പോൾ അത് കുറച്ചിട്ട് നമ്മളിപ്പം മിഡിൽ ഈസ്റ്റ് അവിടുന്ന് കൂടുതൽ ഓയിൽ വാങ്ങാൻ തുടങ്ങി. ഇപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ വരാൻ വേണ്ടി 1-1.5-2 മാസം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞ കുറയും. അതായത് 2 മാസം കഴിയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും റഷ്യൻ ക്രൂഡ് നിർത്തും, പൂർണ്ണമായിട്ടും നിർത്തും. അതിൻ്റെ കാര്യം എന്താ? മറ്റൊരു കാര്യം, ഈ പറയുന്ന അമേരിക്കയും യൂറോപ്യൻ കമ്പനികളും ഇത് ചെയ്യുന്ന വെസൽസ് ഉണ്ട്, ഷിപ്പുകൾ, കാർഗോ ഷിപ്പുകളുണ്ട്. ആ കമ്പനികൾക്കും എതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഇന്ത്യൻ കമ്പനികളായിരിക്കും ഈ ക്രൂഡ് കൊണ്ടുവരുന്നത്, അതായത് ഷിപ്പിംഗ് കമ്പനീസ്. ഇതെല്ലാം കോൺട്രാക്ട് ബേസിസിന് എടുക്കുന്നതാണ്. ഈ കമ്പനികൾക്കെതിരെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് ലോകത്തെവിടെയും പോയി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതായത് മൾട്ടിപ്പിളായി ഈ പറയുന്ന ടാരിഫും
ഈ പറയുന്ന സാങ്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു എൻഡിലല്ല, ഒരു യൂസർ എൻഡിൽ മാത്രമല്ല, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ സംഭവങ്ങളുണ്ട്, വെർട്ടിക്കൽസ് ഉണ്ട്. ഇവർക്കെതിരെ എല്ലാം കയറി അങ്ങ് സാങ്ഷൻ വരും. അവരുടെ ബാങ്ക്, അവരുടെ ഇടപാട്, അവരുടെ ഇന്റർനാഷണൽ സാങ്ഷൻ, ഇത് മുഴുവനും കയറി അങ്ങ് ഫ്രീസ് ചെയ്ത് കളയും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഇന്ത്യൻ കമ്പനിയും വെസൽസും ഈ പുല്ല് എവിടെ എന്തോ ചെയ്യാൻ പറ്റും? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. അതായത് ഇതൊക്കെ ചുമ്മാതെ ബ്ലണ്ടർ അടിച്ചു വിടുവാണ്. ഇപ്പം കാണിച്ചു തരും, അത് കാണിച്ചു തരും, ഇത് കാണിച്ചു തരും. ഇത് അക്ഷയ് കുമാർ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് പോയിട്ട് പാകിസ്ഥാനിൽ ഒറ്റയ്ക്ക് പോയിട്ട് പാകിസ്ഥാനും മുഴുവനും പോയി ബോംബിട്ടിട്ട് അവസാനം വെടിയുണ്ടകൾ പാകിസ്ഥാൻ ഫയർ ചെയ്യുമ്പോൾ അത് കയ്യിലേറ്റ് വാങ്ങുന്നു. അവർ മിസൈൽ ചെയ്യുമ്പോൾ അത് കൈകൊണ്ട് തടുക്കുന്നു, എന്നിട്ട് തിരിച്ചെറിയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ കൊള്ളാം. ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ വലിയ പാടായത്, നടക്കുന്ന കാര്യമല്ല. അതായത് ഈ ഇതൊക്കെ ഇവിടുത്തെ BJPക്കാരും ഈ സംഘപരിവാറും ഒക്കെ ഇതിരുന്ന് തള്ളും, സോഷ്യൽ മീഡിയയിൽ നിന്ന് തള്ളും. ഇത് സ്വാഭാവികമായിട്ട് നടക്കത്തില്ല. കൃത്യമായിട്ട് പറയാം, അമേരിക്ക പവർഫുൾ നേഷനാണ്, അവൻ തീരുമാനിക്കാൻ നടക്കത്തുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ മുമ്പിലുള്ള സംഭവമാണ്. അതിനുശേഷം ട്രംപ് ഉടക്കുണ്ടായി മോദിയുമായിട്ട്. ഇന്ത്യയിൽ ഇത്രയും ഡെലിഗേഷൻ പോയല്ലോ. ഇതുപോലെ പന്തളത്ത്, അതായത് ചന്തയിൽ പോയിട്ട് തിരിച്ചു വന്ന പോലായി. ഒരു കുന്തവും നടന്നില്ല, അവഹേളനം മാത്രമാണ് ഉണ്ടായത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പൊ ഗ്ലോബലായിട്ട് എല്ലാം പ്രൂവ് ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിൽ ഓരോന്ന് വെച്ച് ഈ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തവർ ഓരോന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഗവൺമെന്റിന് പോലും ഒന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം അംഗീകരിക്കത്തില്ല. ഇതാണ് ഈ സംഭവം. അതാണ് ഈ പവറും മണിയും മിലിറ്ററി പവറും ഉള്ള രാജ്യങ്ങള് പേടിയാണ് ലോകത്തിന്. അവർ പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ്, മോദിയാണ് വിശ്വഗുരു എന്നും പറഞ്ഞ അവർ മൈൻഡ് ചെയ്യത്തില്ല. പിന്നീട് എന്താണ് ഈ പറയുന്ന എത്രയോ ആൾക്കാർ ഇന്ത്യയെ പല പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വന്നുകൊണ്ടിരുന്ന് പെട്ടെന്ന് അങ്ങ് നിന്നുപോയതിൻ്റെ കാര്യം എന്തുവാ? അവർക്കും പേടിയാണ്, കാരണം അമേരിക്ക കണ്ടുപിടിച്ചു. അതാണ് പേടി. ഇത് യാഥാർത്ഥ്യമാണ് ഈ സംഭവം. ഇത് അറിയാവുന്നവർക്കറിയാൻ സംഭവം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നും അല്ല. ഈ ക്രൂഡിൻ്റെ ബിസിനസ്സിലോട്ട് വരിക, അതായത് വീണ്ടും അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് സമയമെടുക്കും. അതിനുവേണ്ടിയാണ് ഇന്ത്യ സമയം ചോദിക്കുകയാണ് ഇപ്പം അമേരിക്കയോട്. ഇത്ര സമയമെടുക്കും, അതായത് റഷ്യൻ ക്രൂഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. ഇന്ത്യക്കിപ്പം ആരുടെയെങ്കിലും കാലയിൽ പിടിച്ചിട്ട് അമേരിക്കൻ ടാരിഫ് മാറ്റണം. യൂറോപ്പ് അതേപോലെ ഇന്ത്യക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ റഷ്യ ഉക്രൈൻ വാർ അത് സെറ്റിലായില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടുതൽ ടാരിഫ് കൊണ്ടുവരും. സംശയമില്ലാത്ത കാര്യമാണ്. ഭയങ്കര പ്രഷറിലാണ് ഇന്ത്യ. ഞാൻ ഇന്നലെ ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഒരു ഏകദേശം 1 മണിക്കൂറോളം കണ്ട് കഫേ കോഫി ഡേയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾ പറഞ്ഞു, ഉള്ളൊരു മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഒരു അഡ്വൈസർ, അതായത് ഇന്ത്യൻ എക്കണോമിക് സർവീസിന് കയറി അഡ്വൈസറായിട്ട് ഇരിക്കുന്നതാണ്. ഭയങ്കര സ്ട്രെസ്സാണ് സംഭവം. കാരണം എന്ത് ചെയ്യുമെന്നറിയത്തില്ല ഗവൺമെൻറ്റിന് ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ. കാരണം പലതും പോയി സറണ്ടർ ചെയ്തേക്കുക. കാരണം എന്ത് പറയും, എന്ത് ചെയ്യും, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യയുടെ കോർപ്പറേറ്റ് സെക്ടർ ഹ്യൂജാണ്, വലിയ സംഭവം. ഇത്രയും പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കും ഭയം തുടങ്ങി. അത് ഇന്ത്യൻ ബിസിനസ്സിനകത്ത് പാനിക് സിറ്റുവേഷനാണ് ഇപ്പോഴ്. ഈ ഒറ്റ അമേരിക്കൻ ടാരിഫിന്റെ 50%, അതിൽ പറഞ്ഞ് 25% ഉണ്ടെങ്കിൽ തന്നെയും പ്രശ്നമാണ്. അപ്പൊ അവരൊക്കെ ഉദ്ദേശിച്ചത് മാക്സിമം ഈ പറയുന്ന അഗ്രി പ്രോഡക്ട്സും ഫാം പ്രോഡക്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമേരിക്കൻ ടാരിഫ് ഒരു 15-16%. അതിനാണെങ്കിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. അത് 25%, പിന്നെ 50% എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പൊ അത് ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ ഒരാളെ ഫോണിൽ വെച്ച് പരിചയപ്പെടുത്തുന്നു. ഇവിടെ അടുത്ത് ഗുരുഗ്രാം, അതായത് ഗുഡ്ഗാവിൽ ഒരു സ്മാർട്ട് സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനിയാണ്. ഏകദേശം 20-25 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അമേരിക്കയിൽ, അയാൾക്ക് നേരത്തെ ബിസിനസ് ഉണ്ടായിരുന്നു, വലുതായിട്ടില്ല, ചെറുതായിട്ട് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റായിരുന്നു. അപ്പോൾ അത് എക്സ്പാൻഷനൊക്കെ നടത്തിയിട്ട് അത് അമേരിക്കൻ ക്ലയൻസിനെ കിട്ടി.
അയാൾ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാളുടെ പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഏകദേശം 76% അമേരിക്കയിലോട്ടാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഒരു 200ഓളം ജോലിക്കാരുമുണ്ട്. ഈ 50% ടാരിഫ് അത് കഴിഞ്ഞിട്ട് ആരും അറിയാതെ ട്രംപ് വീണ്ടും അടിച്ചു കൊടുത്ത് 400 സാധനങ്ങൾക്ക് വീണ്ടും 50% ടാരിഫ്. ഈ 400 സാധനങ്ങൾക്ക് വീണ്ടും 50% ടാരിഫ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സാധനം ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണ്. അതായത് മോദിക്കിട്ടാൽ പണി കൊടുക്കുക എല്ലാ രീതിയിലും. ഇവരൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ഇതങ്ങ് പറഞ്ഞെങ്കിൽ സെറ്റിൽ ചെയ്താൽ മതി. കാരണം സെറ്റിൽ ചെയ്തെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സിനെ, ഇന്ത്യൻ എക്കോണമിയെ ഡീപ്പായിട്ട് ബാധിക്കുക. ഈ ഫോറിൻ റിസർവ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് ഞാൻ എടുത്ത് കറക്റ്റാണ്. ഇപ്പം ബ്രസീൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ കറൻസി ഉണ്ടാക്കണം, ഡോളറിനെ തള്ളിക്കളയണമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്സ്മാൻ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഡോളറൈസേഷൻ, അതായത് ഡോളറിനെ തള്ളിക്കളയുന്ന ഒരു പരിപാടിക്കും ഇന്ത്യക്ക് പറ്റില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിന് ഇന്ത്യ അനുകൂലമല്ല. അങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാര്യം എന്താ? ഈ പറയുന്നതിന് വിഡ്ഢിത്തരം വിളിച്ച് പറയാം. പെട്ടെന്ന് ഡോളർ മാറ്റിയിട്ട് ഇന്ത്യൻ കറൻസി. കാരണം ഇന്ത്യൻ കറൻസി മേടിച്ച റഷ്യ പെട്ടിരിക്കുക. അതിലാണ് ആദ്യം വ്യാപാരം നടത്തി. ഈ സാധനം അങ്ങ് അവർക്കെങ്ങനെ മാറാൻ പറ്റും? കാരണം ഡോളർ, അതാണ് ഈ ഡോളർ, ഈ ഡോളറിൻ്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ ശേഷം നമ്മൾ പൗണ്ടിൽ നിന്നും ഡോളറായിട്ട് മാറ്റി. അപ്പോൾ ഈ ഡോളർ നമ്മുടെ റിസർവ് ഇരിക്കുക. ഈ സാധനം ഇരിക്കുന്ന സമയത്ത് ബ്രിക്സും മറ്റുള്ള കറൻസിയും ചൈന ഈ പറയുന്ന രീതിയിൽ വരുവാണെങ്കിൽ ഇതിൻ്റെ പ്രയോജനം ഇന്ത്യക്ക് ഉണ്ടാവത്തില്ല. ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന ചൈനയ്ക്കാണ്. അതോടുകൂടി അമേരിക്ക നമ്മുടെ പെർമനന്റ് ശത്രുവാകും, യൂറോപ്യൻ രാജ്യങ്ങളും ശത്രുവായി മാറും. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് കറൻസിയില്ല വ്യാപാരം നടത്തും? ഇത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചുമ്മാ അതാ പറഞ്ഞത്. നമ്മൾ ഈ വായി തോന്നുന്ന പോലൊക്കെ വിളിച്ചു പറയാം. അതിൽ ഗ്രൗണ്ടിൽ നിന്ന് ഇത് ഗെയിം കളിക്കുന്നവർക്കും ഈ ട്രേഡ് ചെയ്യുന്നവർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി എന്ന് പറയുന്ന അമേരിക്കയാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന കറൻസി എന്ന് പറയുന്ന ഡോളറാണ്. ഇത് മാറ്റിയിട്ട് ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയും. ഇപ്പം ഇന്ത്യ നടത്തുന്ന ഏകദേശം ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 1 ട്രില്യൻ്റെ താഴെയോളം ബിസിനസ് ഇന്ത്യ ട്രേഡ് നടത്തുന്നുണ്ട് ഗ്ലോബലായിട്ട്. അതിൻ്റെ 1000-1 പിന്നെ നടക്കത്തുള്ളൂ. ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന ചൈനയ്ക്ക്. ഇത് കൊണ്ടുവന്നൊരു ട്രാപ്പാണ്. ഈ ബ്രിക്സ് കറൻസിയും ഈ പറയുന്ന ഈ ബ്രസീലും ഇതൊക്കെ. കാരണം ബ്രസീൽ അവിടുത്തെ പ്രസിഡന്റിനെ എപ്പോഴാണ് അമേരിക്കയുടെ ദൂരെ കളയുന്നത് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അയാളത്തെ ഹയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്. കാരണം ഒന്നാമത് ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് കയറിയിരിക്കുന്നത്. അവിടെ ആൾക്കാരെ മറിച്ച് ഇയാളെ മാറ്റാൻ അമേരിക്കയ്ക്ക് വലിയ സമയമൊന്നും വേണ്ട. എപ്പോഴും അവിടെ ബോൺസിലാരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനീ പറയാൻ പോകുന്ന സംഭവം റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് തന്നെ. ഞാൻ അന്ന് പറഞ്ഞത് അതേപോലെ സംഭവിച്ചു. ഇന്ത്യൻ കമ്പനികൾ, അതായത് ഇന്ത്യൻ പെട്രോ കമ്പനികളും പ്രൈവറ്റ് കമ്പനികളും റഷ്യൻ ക്രൂഡ് കുറച്ചത് പൂർണ്ണമായിട്ടും ഈ മാസം കഴിയുന്നതോടുകൂടി അത് പൂർണ്ണമായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാതാകും. കാരണം ഇന്ത്യയെ ശരിക്കും അത് ബാധിക്കും. അത് ഇന്ത്യയുടെ ടോപ്പ് ടു ബോട്ടം ബാധിക്കുന്ന സംഭവമാണ് ഈ 50% ടാരിഫ് എന്ന് പറയുന്നത്. അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ മുകളിൽ സാങ്ഷൻ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പല കമ്പനികൾക്ക് മുകളിൽ, ഇന്ത്യക്ക് മുകളിലല്ല. ഓൾറെഡി അവർ ഏർപ്പെടുത്തി കഴിഞ്ഞു പല കമ്പനികളുടെയും മുകളിൽ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂ നിൽക്കും. അപ്പോൾ ചോദിക്കും ചൈന. ഇവിടെയാണ് ഞാനൊരു കാര്യം പറയുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ മുട്ടത്തില്ല. ചൈന വലിയ സൈസ് ഓഫ് എക്കോണമിയാണ്, വലിയ രാജ്യമാണ്. അവൻ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബാണ്. അവരുമായിട്ട് ഉടക്കി ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവരുടെ മുമ്പിൽ ഇന്ത്യ ഒരു പുല്ലുമല്ല. നമ്മൾ സമയമെടുക്കും ഇതൊക്കെ ആകാൻ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ കൊച്ചു 10 മാസം കഴിഞ്ഞ് പ്രസവിക്കാൻ പറയുന്ന പോലെയാണ് ആൾക്കാർ ഈ പറഞ്ഞു വിടുന്നത്. ഇതിനൊക്കെ സമയമെടുക്കും. സമയമെടുത്താണ് ഓരോന്നും ചെയ്യുന്നത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഫ്ലോപ്പായെന്ന് ഞാൻ പറയുന്നത്. സമയമെടുത്ത് ആലോചിച്ച് പട്ടാള ഓഫീസേഴ്സിനൊക്കെ പ്രോപ്പർ ടൈം കൊടുത്തിട്ട് ചെയ്യേണ്ട സാധനം പെട്ടെന്ന് കയറി അടിക്കാൻ പറഞ്ഞ് തിരിച്ചു വഴി കിട്ടി. ഇതാണ് അതിൻ്റെ അകത്തുണ്ടായ സംഭവം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നൊരു കാര്യം വീണ്ടും ആവർത്തിക്കുക. അതായത് ഈ ഡിപ്ലോമസിയും ഈ ഗ്ലോബൽ ട്രേഡ് എന്നൊക്കെ പറയുന്നത്
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായി വരുന്ന സാധനമൊന്നുമല്ല, ഇത് ഷെൽഫിലിരിക്കുന്ന സാധനമൊന്നുമല്ല. ഇന്ത്യൻ വ്യാപാരികളും ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ ട്രേഡേഴ്സും വളരെയധികം പാടുപെട്ടിട്ടാണ് അമേരിക്കൻ മാർക്കറ്റ്, യൂറോപ്പ് മാർക്കറ്റൊക്കെ ഉണ്ടാക്കിയത്. അവിടെ ഇങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കുകയൊന്നുമല്ല. ഇന്ത്യ അങ്ങോട്ട് മാറിയാൽ അടുത്ത കയറാൻ വേണ്ടി ആളിരിക്കുക. ആ ഒരു സന്ദർഭത്തിൽ 50% ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ ഉണ്ടാക്കുന്ന സാധനം പിന്നെ അവിടെ പോകും. ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്ത്യയിൽ അത്രയും ബൈങ് പവർ ഉണ്ടോ ഇല്ലയോ? അടുത്ത ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ വരുമോ ഇല്ലയോ? വീണ്ടും അടുത്ത ചോദ്യം. അതായത് മൾട്ടിപ്പിൾ ചോദ്യങ്ങളാണ്. ഇതിനൊന്നും ഉത്തരം കൊടുക്കാതെ ഇപ്പോൾ അടിക്കും, ഇപ്പം തേക്കും, ഇപ്പം കൊല്ലും എന്നൊക്കെ പറയുന്നതാണ് ഭൂലോക വിഡ്ഢിത്തരം എന്ന് പറയുന്നത്. അതാണ് ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിള് റഷ്യയുടെ കൂടെ ഇന്ത്യ വേണ്ടെന്ന് വെച്ചത്. അതെങ്കിലും മനസ്സിലാക്കിയാൽ നമുക്കെല്ലാവർക്കും നല്ലത്.